നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും. പിണറായിക്ക് ഇളവ്, ടേം വ്യവസ്ഥ ബാധകമാകില്ല. സ്ഥാനാർത്ഥി പട്ടിക മാർച്ച് ആദ്യവാരമെന്നും മുഖ്യമന്ത്രിയെ മുൻകൂട്ടി തീരുമാനിക്കുന്ന പതിവില്ലെന്നും MA ബേബി. ആരൊക്കെ മത്സരിക്കുമെന്നതിൽ വൈകാതെ ധാരണ. മാനദണ്ഡം വിജയസാധ്യത മാത്രമെന്നും MA ബേബി. തർക്കങ്ങൾക്കൊടുവിൽ RSPയിൽ സമവായം. കൊല്ലം ഇരവിപുരത്ത് വിഷ്ണു മോഹൻ സ്ഥാനാർത്ഥിയാകും. കാർത്തിക് പ്രേമചന്ദ്രന് സീറ്റില്ല. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി സർക്കാർ. വിചാരണ നീതിപൂർവം നടന്നില്ലെന്നും തെളിവുകൾ പരിശോധിച്ചത് പക്ഷപാതപരമായെന്നും സർക്കാർ. അപ്പീൽ വിചാരണ കോടതി വിധി വന്ന് 78ാം ദിവസം. കേരള സ്റ്റോറി 2-ന് പ്രദർശനാനുമതി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. നടപടി നിർമ്മാതാക്കളുടെ ഹർജിയിൽ. ഡാറ്റ ചോർച്ചയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല. ശ്രീറാം സാംബ ശിവറാവു എഴുതിയ കത്ത് പുറത്തുവിട്ടു. ഡാറ്റ സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയെന്നും നടന്നത് ഗുരുതര സുരക്ഷാ ലംഘനമെന്നും ആരോപണം. വ്യക്തിവിവരങ്ങൾ തെരഞ്ഞെടുപ്പിനായി ദുരുപയോഗം ചെയ്തെന്നും സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ വിവരങ്ങൾ ചോർത്തിയെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡാറ്റ ചോർത്തിയിട്ടില്ലെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി സർക്കാർ. കണ്ണൂരിലെ കാട്ടാന ആക്രമണത്തിൽ മൃതദേഹവുമായി പ്രതിഷേധം. പോലീസിനെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും തടയുന്നു. മൃതദേഹവുമായി റോഡ് ഉപരോധിച്ച നാട്ടുകാർ. അനീഷിന്റെ മരണത്തിന് ഉത്തരവാദി വനം വകുപ്പെന്നും ആരോപണം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഡൽഹി റോസ് അവന്യൂ കോടതി. തെളിവുകളില്ലാതെ കേസിൽ ഉൾപ്പെടുത്തിയതിന് CBIക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം. സത്യം ജയിച്ചുവെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ അരവിന്ദ് കെജ്രിവാൾ. CBI ഹൈക്കോടതിയിലേക്ക്.